പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയ ഒരു ചേച്ചി അന്വേഷിച്ചാണ് ഞങ്ങൾ കരിക്കോട്ടക്കരിയിലെത്തിയത്. കരിക്കോട്ടക്കരിയിലെ കൊട്ടുകപ്പാറയിലെ ത്രേസ്യാമ്മ ചേച്ചി. ഞങ്ങൾ ഇവിടെ കരകൗശല വസ്തുക്കൾ കാണാനായി എത്തിയപ്പോൾ മറ്റൊരു അത്ഭുത കാഴ്ചകൾ കൂടി കണ്ടു. ഒരു വീട്ടമ്മ തൻ്റെ ഒഴിവ് സമയത്തെ ഒരുപാട് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്ചർ വർക്കുകൾ കൊണ്ട് തൻ്റെ 35 വർഷത്തോളം പഴക്കമുള്ള വീട് സുന്ദരമാക്കി വെച്ചിരിക്കുകയാണ്. ആ വിശേഷങ്ങൾ നമുക്ക് ത്രേസ്യാമ്മ ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. ത്രേസ്യാമ്മ ചേച്ചി എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്? പൊതുവെ ബോട്ടിലാട്ടിന്റെ വർക്ക്, പിന്നെ വീടിന്റെ പെയിന്റിങ്, വീടിന്റെ ഭിത്തിയിലുള്ള വർക്കിങ്. തുടങ്ങുന്നത് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അല്ലേ? 10-15 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. അതെങ്ങനെയാണ് ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള? യൂട്യൂബിൽ നിന്ന്. ഇൻട്രസ്റ്റ് എങ്ങനെയാ വന്നത്? യൂട്യൂബിൽ നിന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് ഉണ്ടാക്കണം എന്ന് തോന്നി. അതിനോട് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കണ്ടപ്പോൾ കൂടുതൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ കുറച്ച് ചെയ്ത് പിന്നെ അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ അത് കുപ്പിയുടെ ബോട്ടിലിന്റെ ഒക്കെ നിർത്തി പിന്നെ ഭിത്തിയിലായി ചെയ്ത് നോക്കണം. അല്ല ചേച്ചി, പലരും ഈ ചിരട്ടയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോ എത്ര കാലമായിട്ട് ഏകദേശം ചെയ്തു വരുന്നുണ്ട്? 15 വർഷത്തോളമായി. 15 വർഷത്തോളായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. വിൽപ്പന വല്ലതും ഉണ്ടോ? വിൽപ്പനയുണ്ട്. ചട്ടി ഉണ്ടാക്കലുണ്ടായിരുന്നു. ചട്ടി ഉണ്ടാക്കി വിറ്റിട്ടുണ്ട്. ബോട്ടിലാട്ടൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യക്കാരുണ്ടായിരുമ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ബോട്ടിലാട്ടിന്റെ പണി കുറവാണ്. ഈ ഭിത്തിയിലുള്ള അതിന്റെ പണിയുള്ളൂ. ഭിത്തിയിലുള്ള വീട് ഇപ്പൊ എത്ര വർഷമായി വീട് പണിതിട്ട്? 35 വർഷമായി. അപ്പൊ ആ 35 വർഷമായിട്ടും ആ ഒരു പഴമയൊന്നും ഈ വീടിന് തോന്നുന്നില്ല അല്ലെ? കട്ടയാ, മണ്ണിന്റെ കട്ടയാണ്. ഓ, അതിന്റെ അകത്താണ് ഇത്രയും വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യുമ്പോ യൂട്യൂബിൽ എത്രത്തോളം കണ്ടിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും? യൂട്യൂബിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി കിട്ടൂല. വാൾപുട്ടി ഇത് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതിന്റെ കൃത്യമായി എന്ത് ചെയ്യണം എന്നുള്ള നമുക്ക് കിട്ടും. വീഡിയോസ് കിട്ടും. വീഡിയോസ് കിട്ടും. അപ്പൊ അത് കണ്ടിട്ട് ചെയ്യും. എങ്ങനെ, ആരാണ് സപ്പോർട്ട് ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? സപ്പോർട്ട് ചെയ്തല്ലേ എന്റെ മോൻ തന്നെ. മോനാ സപ്പോർട്ട്. ഈ കളർ നമ്മളിപ്പോ ഒരു പെയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നേ കളർ ചെയ്യണം, ഈ കളർ ചെയ്താൽ നമ്മളെ വീട് ഭയങ്കര മനോഹരമായിട്ടിരിക്കും, അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? എന്റെ മനസ്സിൽ ഇന്ന കളർ അടിച്ചാലേ അവിടെ ഒരു നമുക്കൊരു ഇത് വരുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് അത് ചെയ്തു വരുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്ന ഒരു ആദ്യം തുടക്കം ഇടുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നും കാണില്ല. പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ ഓർക്കും ഇവിടെ ഇന്ന കളർ കൊടുത്തേക്കാം, അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ്. നമുക്കെന്താ ഉള്ളിലത്തെ ആ ഒരു ഇതിനെ പറ്റിയിട്ടൊക്കെ ചേച്ചിക്ക് എങ്ങനെയാണ് ആ ഒരു ഐഡിയ ഒക്കെ തോന്നിയത്? അത് പുട്ടിയുടെ പണി എനിക്ക് അറിയാം, നേരത്തെ അറിയാം. എങ്ങനെ അറിയാം? പുട്ടിയുടെ പണി ഞാൻ ഇപ്പൊ ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ. അതിൽ തന്നെ ഞാൻ പൊതുവെ പണ്ടേ ഇതിന്റെ പെയിന്റിങ് സ്വന്തം തന്നെയാണ്. എന്റെ വീടിന്റെ പെയിന്റ് ഫുള്ള് ആരെ കൊണ്ട് എടുപ്പിക്കാറില്ല. പെയിന്റ് ഫുള്ള് ചേച്ചി തന്നെയാണ് ഞാൻ തന്നെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോ പുട്ടി മേടിച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ ഇന്ന വർക്കുകൾ അതേ ചെയ്യാന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടല്ലോ. ഒരു ഐഡിയ ഉണ്ട്. അതിന്റെ കൂടെ യൂട്യൂബും കണ്ടല്ലോ. ചേച്ചി ഇപ്പൊ ഈ വർക്കുകളൊക്കെ ചേച്ചി തന്നെയല്ലേ ചെയ്തത്? ഞാൻ തന്നെ ചെയ്തത്. എത്ര സമയം എടുക്കും ഈ ഒരു വർക്കൊക്കെ ചെയ്ത്? ഏകദേശം ഒരു 3-4 ദിവസം പിടിച്ചു. 3-4 ദിവസം കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞു. ഇതെങ്ങനെയാ ഈ വർക്കിനെ പറ്റിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? ആദ്യം ഇത് വെള്ളം ഇങ്ങനെ അടിച്ചല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ പുട്ടി തേച്ചിട്ട് നമ്മളിങ്ങനെ ഇതിനെ കട്ടിയായിട്ട് പുട്ടി കൊടുത്തിട്ട് പുട്ടി ബ്ലേഡും കൊണ്ട് ഇങ്ങനെ ആക്കും. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ റെഡ് കൊടുക്കും.
ഫുള്ള് റെഡ് അടിച്ചിട്ട് ഈ ഗോൾഡൻ പെയിന്റ് മേലെ ടെക്സ്ചറായിട്ട് ഇങ്ങനെ കൊടുത്തേക്കും. എന്ത് ചെലവ് വരും ഇതിന്? ചിലവുണ്ട്, പെയിന്റിനൊക്കെ നല്ല പൈസയാ. നല്ല പൈസയാ അല്ലേ? നമ്മള് ഭംഗി കാണുമ്പോ നമുക്ക് ആ ഒരു പൈസയൊന്നും ഒരു പ്രശ്നമല്ല. വീട് വൃത്തിയിരിക്കുക എന്നല്ല ഏറ്റവും നല്ലത്. അതെ, നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുക. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീട് അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആ മനസ്സിന് ഒരു ഇതല്ലേ. വീട് ഭംഗിയായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, തന്നെ പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ഓരോരുത്തർക്കും ത്രേസ്യാമ്മ ചേച്ചി ഒരു പ്രചോദനം തന്നെയാണ്. ത്രേസ്യാമ്മ ചേച്ചിക്ക് പ്രൈം വിഷന്റെ എല്ലാ ആശംസകളും. ഇനി അങ്ങോട്ടേക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ത്രേസ്യാമ്മ ചേച്ചിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രൈം വിഷൻ ആശംസിക്കുകയാണ്. പ്രിൻസ് ജോർജിനോടൊപ്പം രശ്മിത, പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.